ടി.പി. സെൻകുമാർ കേസ് സുപ്രീം കോടതി വിധിയിൽ എജിയുടെ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിച്ചു വരുന്നതായി മുഖ്യമന്ത്രി. കോടതി വിധി നടപ്പിലാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. പുനർനിയമനം വൈകുന്നതിനെതിരെ നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസിന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. ഷീജ ചേരുകയാണ് വിവരങ്ങളുമായി. ഷീജ, ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി നേരത്തെ തന്നെ നിലപാട് വ്യക്തമാക്കിയതാണ്. കോടതി വിധിയുടെ അടുത്ത ദിവസം തന്നെ നടപടി പ്രതീക്ഷിക്കുന്നവരാണ് ഇത്തരത്തിൽ ബഹളമുണ്ടാക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. ഇന്നെന്താണ് സഭയിൽ സംഭവിച്ചത്? വിശദാംശങ്ങൾ. ഗ്രീഷ്മ, പ്രധാനമായും സെൻകുമാറിന്റെ വിഷയത്തിൽ സുപ്രീം കോടതി വിധി വന്നിട്ടും സർക്കാർ മനഃപൂർവ്വം വിധി നടപ്പാക്കുന്നതിൽ കാലതാമസം വരുത്തുന്നു എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. എന്നാൽ ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി വീണ്ടും നിലപാട് വ്യക്തമാക്കുകയും ചെയ്തു. പ്രധാനമായും 2017 ഏപ്രിൽ 27-നാണ് സുപ്രീം കോടതിയുടെ ഈ വിധി വന്നിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാർ സുപ്രീം കോടതി വിധി അന്തിമം തന്നെയാണ്. ആ വിധി നടപ്പാക്കുന്നതിൽ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും മുഖ്യമന്ത്രി സഭയിൽ ഇതിന് മറുപടിയായി പറഞ്ഞു. ഇതിൽ പ്രധാനമായും അദ്ദേഹം എടുത്തു പറഞ്ഞത് ഈ വിധി പകർപ്പ് ഓൺലൈനിൽ ലഭിച്ച ഉടൻ തന്നെ ചീഫ് സെക്രട്ടറി ഇതുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നിയമസെക്രട്ടറിയുടെ ശുപാർശ വരുന്നു. ഇതിൽ എജിയുടെ നിയമോപദേശം തേടാൻ വേണ്ടി അത്തരത്തിൽ എജിയുടെ നിയമോപദേശം തേടുകയും ചെയ്തു. തുടർന്ന് 1/5/2017 ഇത് സംബന്ധിച്ച് എജിയുടെ നിയമോപദേശം സർക്കാരിന് ലഭിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിലുള്ള തുടർ നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യക്തമായും സർക്കാർ രാഷ്ട്രീയം കളിക്കുകയാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. ഇതിൽ പ്രധാനമായും എം ഉമ്മറാണ് ഇതിൽ നോട്ടീസ് നൽകിയത്. എം ഉമ്മർ ആരോപിച്ചത് നിലവിൽ ഇപ്പോൾ സംസ്ഥാനത്ത് ഒരു DGP ഇല്ലാത്ത അവസ്ഥയാണ്. ക്രമസമാധാന ചുമതലയുള്ള ഒരു DGP ഇല്ലാത്ത അത്തരത്തിൽ ഒരു നാഥനില്ലാത്ത അവസ്ഥയാണ് നിലവിൽ ഇപ്പോൾ സംസ്ഥാനത്തുള്ളതെന്ന് പ്രതിപക്ഷം പ്രധാനമായും ആരോപിച്ചു. അതോടൊപ്പം തന്നെ സെൻകുമാറിന് പകരം മറ്റാരെങ്കിലും ആ പോലീസ് മേധാവി സ്ഥാനത്തേക്ക് നിയമിക്കുകയാണെങ്കിൽ പോലും അത് അനർഹമായിരിക്കും. പ്രത്യേകിച്ചും അദ്ദേഹത്തെ ആ സ്ഥാനത്തേക്ക് എടുക്കണം എന്നാണ് സുപ്രീം കോടതി വിധിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ നിയമിക്കാതെ 11 മാസം ഇത്തരത്തിൽ ഇതിന്റെ നിയമയുദ്ധവുമായി പോകുന്നു. തുടർന്ന് ഇപ്പോൾ സുപ്രീം കോടതിയുടെ വിധി വന്നിട്ടും അതിൽ നീതി ലഭ്യമാക്കാതെ ഈ കേസ് നീട്ടിക്കൊണ്ടുപോകാനുള്ള നടപടികൾ മാത്രമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതെന്നും പ്രതിപക്ഷം ആരോപിച്ചു. എന്നാൽ ഈ വിഷയത്തിൽ സർക്കാർ അത്തരത്തിലുള്ള ഒരു നിലപാടല്ല സ്വീകരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി ഇതിന് മറുപടിയായി വ്യക്തമാക്കി. പ്രത്യേകിച്ചും നിലവിലിപ്പോൾ കേസ് സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുക തന്നെയാണ്. കാരണം ഇപ്പോൾ സെൻകുമാർ വീണ്ടും ഇതിൽ ഒരു ഹർജി നൽകിയിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ താൻ വ്യക്തമാക്കുന്നില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. എന്നാൽ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം വ്യക്തമാക്കിയത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ DGP ഉൾപ്പെടെ ഉദ്യോഗസ്ഥരെ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് സമയമുണ്ട്. എന്നാൽ ഇതിൽ ചിലർ സർക്കാരിന് നിർബന്ധമായ തരത്തിൽ ഏതെങ്കിലും ഒരു സാഹചര്യം വരികയാണെങ്കിൽ അതിൽ സർക്കാരിന് നയപരമായ തീരുമാനങ്ങൾ എടുക്കാമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അതുകൊണ്ട് തന്നെ 2011-15 കാലയളവിൽ ആ കാലത്തെ ജനങ്ങളുടെ അസംതൃപ്തി കണക്കിലെടുത്തുകൊണ്ടാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആ രീതിയിൽ സെൻകുമാറിനെ തൽസ്ഥാനത്ത് നിന്നും DGP സ്ഥാനത്ത് നിന്നും മാറ്റുന്ന തരത്തിലേക്കുള്ള ഒരു നടപടി സർക്കാർ കൈക്കൊണ്ടിട്ടുള്ളതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഏതായാലും DGP ഇല്ലാത്ത സംസ്ഥാനത്ത് DGP ഇല്ലാത്ത അത്തരത്തിൽ നാഥനില്ലാത്ത പോലീസിന് നാഥനില്ലാത്ത ഒരു അവസ്ഥ സംസ്ഥാനത്ത് ഇല്ല എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാനത്തിന്റെ എക്സിക്യൂട്ടീവ് അധികാരങ്ങൾ ഉള്ള ഒരു കടന്നുകയറ്റമല്ല, അത്തരത്തിലൊരു അധികാരമല്ല ജുഡീഷ്യറി എടുത്തു കളഞ്ഞിട്ടുള്ളതെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും ഈ വിഷയത്തിൽ നിയമപരമായ നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോകുന്നതായിരിക്കുമെന്നും മുഖ്യമന്ത്രി പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയത്തിന് മറുപടിയായി വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ മുഖ്യമന്ത്രിയുടെ മറുപടിയുടെ അടിസ്ഥാനത്തിൽ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയത്തിനുള്ള അവതരണാനുമതി സ്പീക്കർ നിഷേധിച്ചു. ഇതിൽ ഇത്തരത്തിൽ അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ നിയമസഭയിൽ സംസാരിക്കുകയാണ്. അദ്ദേഹം വ്യക്തമാക്കിയത് നിലവിലിപ്പോൾ സംസ്ഥാനത്ത് DGP ഇല്ലാത്ത ഒരു അവസ്ഥയാണ്. പ്രത്യേകിച്ചും ആരാണ് DGP എന്ന് ചോദിക്കുമ്പോൾ ക്രമസമാധാന ചുമതലയുള്ള DGP ആരെന്ന ചോദ്യത്തിന് പോലും മുഖ്യമന്ത്രിക്ക് വ്യക്തമായ ഒരു മറുപടിയില്ല. അതുകൊണ്ട് അത്തരത്തിൽ ഒരു അനിശ്ചിതാവസ്ഥയാണ് സംസ്ഥാനത്ത് നിലനിൽക്കുന്നതെന്നും ചെന്നിത്തല ആരോപിച്ചു. അദ്ദേഹത്തിന്റെ പ്രസംഗം നിയമസഭയിൽ ഇപ്പോഴും തുടരുകയാണ്. ഗ്രീഷ്മ, ഷീജ, സർക്കാർ കൃത്യമായ നടപടിക്രമങ്ങൾ പാലിച്ചു മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ ഇത് സർക്കാരിനെതിരെയുള്ള പ്രതിഷേധം എന്ന രീതിയിൽ മാത്രം ഇതിനെ ഉപയോഗിക്കുകയാണോ പ്രതിപക്ഷം നിലവിൽ ചെയ്യുന്നത്? തീർച്ചയായും ആ രീതിയിൽ ഇതിനെ ഒരു രാഷ്ട്രീയപരമായി സർക്കാർ ഇതിനെ ഉപയോഗിക്കുന്നു എന്ന് വരുത്തി തീർക്കാനുള്ള ചില ശ്രമങ്ങൾ മാത്രമാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗമായും ഉണ്ടാകുന്നത്. പ്രത്യേകിച്ചും സർക്കാർ മുഖ്യമന്ത്രി തന്നെ കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തു. കാരണം ഇതിന്റെ വിധിപ്പകർപ്പ് നേരിട്ട് ലഭിക്കുന്നതിന് മുന്നോടിയായി ഓൺലൈനിൽ വിധിപ്പകർപ്പ് സുപ്രീം കോടതി വിധിപ്പകർപ്പ് ലഭിച്ചപ്പോൾ തന്നെ സർക്കാർ ഇതിൽ നടപടികൾ ആരംഭിച്ചതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ആദ്യം ചീഫ് സെക്രട്ടറി നടപടികൾ സ്വീകരിക്കുന്നു. തുടർന്ന് നിയമ സെക്രട്ടറിയുടെ ശുപാർശ വരുന്നു എജിയുടെ നിയമോപദേശം തേടാൻ. അത്തരത്തിൽ സർക്കാർ എജിയുടെ നിയമോപദേശം ഈ വിധി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നിയമോപദേശം തേടുന്നു. തുടർന്ന് കഴിഞ്ഞ ദിവസമാണ് മെയ് 1-നാണ് ഇത് സംബന്ധിച്ചുള്ള നിയമോപദേശം സർക്കാരിന് ലഭിച്ചിട്ടുള്ളത്. അതിൽ വ്യക്തമായും തുടർ നടപടികൾ സർക്കാർ ആരംഭിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നു. എന്നാൽ ഇതിനെ രാഷ്ട്രീയപരമായി ഉപയോഗിക്കാൻ തന്നെയാണ് നിലവിൽ ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ തീരുമാനം. സെൻകുമാർ വിഷയത്തിൽ സെൻകുമാറിന്റെ നിയമനം വൈകുന്നതിൽ പ്രതിഷേധിച്ച്
പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസിന് മുഖ്യമന്ത്രി മറുപടി നൽകി. ഇപ്പോൾ സഭയിൽ പ്രതിപക്ഷ നേതാവ് സംസാരിക്കുകയാണ്. എസ് ഷീജയാണ് വിവരങ്ങൾ നൽകിയത്.